എല്ലാവർക്കും നമസ്കാരം. അഡ്ഹോക് ലേണിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ ഭൂമിശാസ്ത്രത്തെ കുറിച്ചാണ്. ഇന്നത്തെ ക്ലാസ്സിൽ ആദ്യം നമ്മൾ പഠിക്കുന്നത് ഇന്ത്യയിലെ പർവ്വതങ്ങൾ, കൊടുമുടികൾ എന്ന ഭാഗമാണ്. ആദ്യം ഹിമാലയത്തെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇതിലെ ആദ്യത്തെ ചോദ്യം, എത്ര സംസ്ഥാനങ്ങളിലാണ് ഹിമാലയം വ്യാപിച്ചു കിടക്കുന്നത് എന്നാണ്. എത്ര സംസ്ഥാനങ്ങളിലാണ് ഹിമാലയം വ്യാപിച്ചു കിടക്കുന്നത്? അതിനുത്തരം 11 എന്നാണ്. എത്ര സംസ്ഥാനങ്ങളിലാണ് ഹിമാലയം വ്യാപിച്ചു കിടക്കുന്നത്? 11. എത്ര കേന്ദ്രഭരണ പ്രദേശങ്ങളിലാണ് ഹിമാലയം വ്യാപിച്ചു കിടക്കുന്നത്? 2 എണ്ണമാണ്. 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലാണ് ഹിമാലയം വ്യാപിച്ചു കിടക്കുന്നത്. അത് ഏതൊക്കെയാണ്? ലഡാക്ക്, ജമ്മു കാശ്മീർ. ഹിമാലയം 5 ലക്ഷം ചതുരശ്ര കിലോമീറ്ററിലാണ് വ്യാപിച്ചു കിടക്കുന്നത്. ഹിമാലയം എത്ര ചതുരശ്ര കിലോമീറ്ററിൽ വ്യാപിച്ചു കിടക്കുന്നു എന്ന് ചോദിച്ചാൽ 5 ലക്ഷം. ഹിമാലയ പർവ്വതനിരയുടെ ദൈർഘ്യം 2400 കിലോമീറ്റർ ആണ്. ഹിമാലയ പർവ്വതനിരയുടെ ദൈർഘ്യം എത്ര കിലോമീറ്റർ ആണ്? 2400. ഏതൊക്കെ നദികൾക്കിടയിലാണ് കുമയൂൺ ഹിമാലയം ഉള്ളത്? സത്ലജ്, കാളി. ഏതൊക്കെ നദികൾക്കിടയിലാണ് കുമയൂൺ ഹിമാലയം ഉള്ളത്? സത്ലജ്, കാളി. കാശ്മീർ ഭാഗത്ത് ഉത്തരപർവ്വതനിരയുടെ വീതി 400 കിലോമീറ്റർ ആണ്. കാശ്മീർ ഭാഗത്ത് ഉത്തരപർവ്വതനിരയുടെ വീതി വരുന്നത് 400 കിലോമീറ്റർ ആണ്. കാളി, തീസ്ത എന്നീ നദികൾക്കിടയിലെ ഹിമാലയ ഭാഗം നേപ്പാൾ ഹിമാലയം എന്നാണ് അറിയപ്പെടുന്നത്. കാളി, തീസ്ത എന്നീ നദികൾക്കിടയിലെ ഹിമാലയ ഭാഗം ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? നേപ്പാൾ ഹിമാലയം. അരുണാചൽ പ്രദേശിൽ ഉത്തരപർവ്വതനിരയുടെ വീതി 150 കിലോമീറ്റർ ആണ്. അരുണാചൽ പ്രദേശിൽ ഉത്തരപർവ്വതനിരയുടെ വീതി വരുന്നത് 150 കിലോമീറ്റർ ആണ്. ഇന്ത്യയിൽ ഏറ്റവും പ്രായം കുറഞ്ഞ പർവ്വതനിരയാണ് ഹിമാലയം. ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ പർവ്വതനിരയാണ് ഹിമാലയം. ഇന്ത്യയിലെ ഏറ്റവും വലിയ പർവ്വതനിര ഏതാ? ഹിമാലയം തന്നെയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പർവ്വതമാണ് ഹിമാലയം. സിവാലിക് പർവ്വതനിരകളുടെ അടിവാരത്തിൽ സമതലങ്ങളോട് ചേർന്ന് ഉരുളൻ കല്ലുകളുടെയും മണലിന്റെയും വിശാലമേറിയ നിക്ഷേപങ്ങൾ കാണപ്പെടുന്ന ഭൂവിഭാഗമാണ് ബാബർ. സിവാലിക് പർവ്വതനിരകളുടെ അടിവാരത്തിൽ സമതലങ്ങളോട് ചേർന്ന് ഉരുളൻ കല്ലുകളുടെയും മണലിന്റെയും വിശാലമേറിയ നിക്ഷേപങ്ങൾ കാണപ്പെടുന്നത് ബാബർ എന്ന ഭൂവിഭാഗത്തിലാണ്. ഹിമാലയത്തിന്റെ പാദഭാഗത്തുള്ള പർവ്വതനിരകളാണ് ശിവാലിക്. ഹിമാലയത്തിന്റെ പാദഭാഗത്തുള്ള പർവ്വതനിരകളാണ് ശിവാലിക്. ഹിമാലയത്തിന്റെ കവാടം എന്നറിയപ്പെടുന്നത് ഏതാ? ഋഷികേശ് ആണ്. ഹിമാലയത്തിന്റെ കവാടം എന്നറിയപ്പെടുന്നത് ഋഷികേശ് ആണ്. സിന്ധു, സത്ലജ് എന്നീ നദികൾക്കിടയിലുള്ള ഹിമാലയ ഭാഗം അറിയപ്പെടുന്നത് പഞ്ചാബ് ഹിമാലയം എന്നാണ്. സിന്ധു, സത്ലജ് നദികൾക്കിടയിലുള്ള ഹിമാലയ ഭാഗം അറിയപ്പെടുന്നത് പഞ്ചാബ് ഹിമാലയം എന്നാണ്. ഹിമാദ്രിക്ക് വടക്കായി ടിബറ്റ് വരെ നീളുന്ന ഹിമാലയം അറിയപ്പെടുന്നത് തെത്തീസ് ഹിമാലയം എന്നാണ്. ഹിമാദ്രിക്ക് വടക്കായി ടിബറ്റ് വരെ നീളുന്ന ഹിമാലയം അറിയപ്പെടുന്നത് തെത്തീസ് ഹിമാലയം എന്നാണ്. ഹിമാലയൻ നദികൾ മുറിച്ചൊഴുകുന്നതിനാൽ പല സ്ഥലത്തും തുടർച്ച നഷ്ടപ്പെടുന്ന ഹിമാലയൻ നിരയാണ് ശിവാലിക്. ഹിമാലയൻ നദികൾ മുറിച്ചൊഴുകുന്നതിനാൽ പല സ്ഥലത്തും തുടർച്ച നഷ്ടപ്പെടുന്ന ഹിമാലയൻ നിരയാണ് ശിവാലിക്. ഗ്രേറ്റർ ഹിമാലയ നിരകളുടെ മറ്റൊരു പേരാണ് ഹിമാദ്രി. ഗ്രേറ്റർ ഹിമാലയ നിരകളുടെ മറ്റൊരു പേരാണ് ഹിമാദ്രി. ഹിമാലയം ഏറ്റവും കൂടുതൽ വ്യാപിച്ചു കിടക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. അരുണാചൽ പ്രദേശിലാണ് ഹിമാലയം ഏറ്റവും കൂടുതൽ വ്യാപിച്ചു കിടക്കുന്നത്. ഹിമാലയത്തിന്റെ ചില ഭാഗങ്ങളിൽ കാണപ്പെടുന്ന ഒരുതരം പുൽമേടാണ് ടെറായി. ഹിമാലയത്തിന്റെ ചില ഭാഗങ്ങളിൽ കാണപ്പെടുന്ന ഒരുതരം പുൽമേടാണ് ടെറായി. തിസ്ത, ബ്രഹ്മപുത്ര എന്നീ നദികൾക്കിടയിലെ ഹിമാലയ ഭാഗം ആസാം ഹിമാലയം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. തിസ്ത, ബ്രഹ്മപുത്ര എന്നീ നദികൾക്കിടയിലെ ഹിമാലയ ഭാഗം അറിയപ്പെടുന്നത് ആസാം ഹിമാലയമാണ്. അരുണാചൽ ഹിമാലയം എന്നും അറിയപ്പെടുന്നുണ്ട്. ഹിമാലയം ഏതുതരം ശിലകളാൽ നിർമ്മിതമാണെന്ന് ചോദിച്ചാൽ അവസാദ ശിലകൾ. ഹിമാലയം ഏതുതരം ശിലകളാൽ നിർമ്മിതമാണെന്ന് ചോദിച്ചാൽ അവസാദ ശിലകൾ. ഹിമാലയത്തിലെ ഏത് ചുരമാണ് ഇന്ത്യയെയും കാന്തഹാറിനെയും ബന്ധിപ്പിക്കുന്നത്? ഉത്തരം ബോളനാണ്. ഹിമാലയത്തിലെ ബോളൻ എന്ന ചുരമാണ് ഇന്ത്യയെയും കാന്തഹാറിനെയും ബന്ധിപ്പിക്കുന്നത്. ട്രാൻസ് ഹിമാലയത്തിന്റെ ശരാശരി ഉയരം 6000 കിലോമീറ്റർ ആണ്.
ട്രാൻസ് ഹിമാലയത്തിന്റെ ശരാശരി ഉയരം 6000 കിലോമീറ്റർ ആണ്. അരുണാചൽ ഹിമാലയത്തിലെ പ്രധാന കൊടുമുടികളാണ് കങ്തു, നംചബർവ. അരുണാചൽ ഹിമാലയത്തിലെ പ്രധാന കൊടുമുടികൾ ഏതൊക്കെയാണ്? കങ്തു, നംചബർവ. എവറസ്റ്റ് കൊടുമുടി കണ്ടെത്തിയത് രാധാനാഥ് സിക്തർ ആണ്. രാധാനാഥ് സിക്തർ ആണ് എവറസ്റ്റ് കൊടുമുടി കണ്ടെത്തിയത്. കശ്മീർ ഹിമാലയ ഭാഗത്തെ പ്രധാന ശുദ്ധജല തടാകങ്ങളാണ് ദാൽ, വൂളാർ. കശ്മീർ ഹിമാലയ ഭാഗത്തെ പ്രധാന ശുദ്ധജല തടാകങ്ങളാണ് ദാൽ, വൂളാർ. ആരുടെ പേരിൽ നിന്നാണ് എവറസ്റ്റിന് പേര് ലഭിച്ചത്? സർ ജോർജ് എവറസ്റ്റ്. ആരുടെ പേരിൽ നിന്നാണ് എവറസ്റ്റിന് എവറസ്റ്റ് എന്ന പേര് ലഭിച്ചത്? സർ ജോർജ് എവറസ്റ്റ്. ഇന്ത്യയിൽ ഹിമാദ്രിയിലുള്ള ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് കാഞ്ചൻജംഗ. ഇന്ത്യയിൽ ഹിമാദ്രിയിലുള്ള ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് കാഞ്ചൻജംഗ. ലഡാക്ക്, സസ്കർ, പിർപ്പഞ്ചൽ എന്നീ നിരകൾ ഉൾപ്പെടുന്ന ഹിമാലയ ഭാഗമാണ് കശ്മീർ ഹിമാലയം. ലഡാക്ക്, സസ്കർ, പിർപ്പഞ്ചൽ എന്നീ നിരകൾ ഉൾപ്പെടുന്ന ഹിമാലയ ഭാഗമാണ് കശ്മീർ ഹിമാലയം. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിരയാണ് ഹിമാലയം. ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിരയാണ് ഹിമാലയം. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തെ ഏഷ്യൻ ഭൂഖണ്ഡത്തിന്റെ ഇതര ഭാഗങ്ങളിൽ നിന്ന് വേർതിരിക്കുന്ന പർവ്വതമാണ് ഹിമാലയം. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തെ ഏഷ്യൻ ഭൂഖണ്ഡത്തിന്റെ ഇതര ഭാഗങ്ങളിൽ നിന്ന് വേർതിരിക്കുന്ന പർവ്വതമാണ് ഹിമാലയം. ഇന്ത്യൻ സംഘം ആദ്യമായി എവറസ്റ്റ് കീഴടക്കുന്നതിന് 1965 നേതൃത്വം നൽകിയത് MS കോഹ്ലി ആയിരുന്നു. ഇന്ത്യൻ സംഘം ആദ്യമായി എവറസ്റ്റ് കീഴടക്കുന്നതിന് 1965 നേതൃത്വം നൽകിയത് MS കോഹ്ലി ആയിരുന്നു. എവറസ്റ്റിന് ആ പേരു ലഭിക്കാൻ കാരണക്കാരനായ ജോർജ് എവറസ്റ്റ് ഇന്ത്യയുടെ സർവേയർ ജനറൽ ആയിരുന്നു. എവറസ്റ്റിന് ആ പേര് ലഭിക്കാൻ കാരണക്കാരനായത് ജോർജ് എവറസ്റ്റ് ആയിരുന്നു. ആള് ഇന്ത്യയുടെ സർവേയർ ജനറൽ ആയിരുന്നു. എവറസ്റ്റ് കീഴടക്കിയ ആദ്യ അന്ധനാണ് എറിക് വെയൻമേയർ. എവറസ്റ്റ് കീഴടക്കിയ ആദ്യ അന്ധനാണ് എറിക് വെയൻമേയർ. എങ്കിൽ എവറസ്റ്റ് കീഴടക്കിയ ആദ്യ ഇന്ത്യൻ വനിത ആരാ? ബചേന്ദ്രി പാൽ. എവറസ്റ്റ് കീഴടക്കിയ ആദ്യ ഇന്ത്യൻ വനിതയാണ് ബചേന്ദ്രി പാൽ. എവറസ്റ്റ് കീഴടക്കിയ ആദ്യ ഏഷ്യൻകാരൻ ആരാണ്? ടെൻസിംഗ് നോർഗെ. എവറസ്റ്റ് കീഴടക്കിയ ആദ്യ ഏഷ്യക്കാരനാണ് ടെൻസിംഗ് നോർഗെ. കരേവ നിക്ഷേപത്തിന് പ്രസിദ്ധമായ ഹിമാലയൻ ഭാഗമാണ് കശ്മീർ ഹിമാലയം. കരേവ നിക്ഷേപത്തിന് പ്രസിദ്ധമായ ഹിമാലയൻ ഭാഗമാണ് കശ്മീർ ഹിമാലയം. ശിവാലിക് മലനിരകളുടെ ശരാശരി ഉയരം വരുന്നത് 900 മുതൽ 1200 വരെയാണ്. ശിവാലിക് മലനിരകളുടെ ശരാശരി ഉയരം വരുന്നത് 900 മുതൽ 1200 മീറ്റർ വരെയാണ്. എവറസ്റ്റ് കൊടുമുടിക്ക് ആ പേര് നൽകിയത് കേണൽ ആൻഡ്രൂ വാഗ് ആണ്. എവറസ്റ്റ് കൊടുമുടിക്ക് ആ പേര് നൽകിയത് കേണൽ ആൻഡ്രൂ വാഗ് ആണ്. എവറസ്റ്റ് കൊടുമുടിയുടെ ഉയരം വരുന്നത് 8848 മീറ്റർ ആണ്. എവറസ്റ്റ് കൊടുമുടിയുടെ ഉയരം 8848 മീറ്റർ ആണ്. ഓർക്കിഡുകൾക്ക് പ്രസിദ്ധമായ ഹിമാലയൻ ഭാഗം ഡാർജിലിംഗ് സിക്കിം ഹിമാലയമാണ്. ഓർക്കിഡുകൾക്ക് പ്രസിദ്ധമായ ഹിമാലയൻ ഭാഗമാണ് ഡാർജിലിംഗ് സിക്കിം ഹിമാലയം. വടക്ക് കിഴക്ക് ഭാഗം ശീത മരുഭൂമിയായ ഹിമാലയ ഭാഗമാണ് കശ്മീർ ഹിമാലയം. വടക്ക് കിഴക്ക് ഭാഗം ശീത മരുഭൂമിയായ ഹിമാലയ ഭാഗമാണ് കശ്മീർ ഹിമാലയം. വടക്ക് പടിഞ്ഞാറൻ ഹിമാലയമാണ്. ശിവാലിക് മലനിരകളുടെ ശരാശരി ഉയരം വരുന്നത് 1220 മീറ്റർ ആണ്. ശിവാലിക് മലനിരകളുടെ ശരാശരി ഉയരം 1220 മീറ്റർ ആണ്. ഹിമാദ്രി മലനിരകളുടെ ശരാശരി ഉയരം 6000. ഹിമാലിക് മലനിരകളുടെ ശരാശരി ഉയരം 6000 മീറ്റർ ആണ്. ഹിമാദ്രി മലനിരകളുടെ ശരാശരി ഉയരം 6000 മീറ്റർ ആണ്. ജമ്മുവിൽ നിന്ന് കശ്മീർ താഴ്വരയെ വേർതിരിക്കുന്ന മലനിരയാണ് പീർപഞ്ചൽ. ജമ്മുവിൽ നിന്ന് കശ്മീർ താഴ്വരയെ വേർതിരിക്കുന്ന മലനിരയാണ് പീർപഞ്ചൽ. ജുമ്മിങ് കൃഷിരീതി ചെയ്തു വരുന്ന മോൻപ, മിഷ്ടി, നാഗ ഗിരിവർഗ വിഭാഗം കണ്ടുവരുന്ന ഹിമാലയൻ ഭാഗമാണ് അരുണാചൽ ഹിമാലയം. ജുമ്മിങ് കൃഷിരീതി ചെയ്തു വരുന്ന മോൻപ, മിഷ്ടി, നാഗ ഗിരിവർഗ വിഭാഗങ്ങൾ കണ്ടുവരുന്നത് അരുണാചൽ ഹിമാലയത്താണ്. കൊടുമുടികളുടെ ശൃംഗത്തിൽ ചവിട്ടരുത് എന്ന വ്യവസ്ഥയോടെ മാത്രം പർവ്വതാരോഹകരെ കയറ്റിവിടുന്ന കൊടുമുടിയാണ് കാഞ്ചൻജംഗ. കൊടുമുടികളുടെ ശൃംഗത്തിൽ ചവിട്ടരുത് എന്ന വ്യവസ്ഥയോട് മാത്രം പർവ്വതാരോഹകരെ കയറ്റിവിടുന്ന കൊടുമുടിയാണ് കാഞ്ചൻജംഗ.
ഹിമാലയത്തിന്റെ ഏറ്റവും പുറത്തുള്ള മലനിരയാണ് ശിവാലിക്. ഹിമാലയത്തിന്റെ ഏറ്റവും പുറത്തുള്ള മലനിരയാണ് ശിവാലിക്. ടിബറ്റിൽ എവറസ്റ്റ് അറിയപ്പെടുന്നത് ചോമോലുങ്മ എന്നാണ്. ടിബറ്റിൽ എവറസ്റ്റ് അറിയപ്പെടുന്ന പേരാണ് ചോമോലുങ്വ. ഹിമാചൽ നിരകളിലെ ഏറ്റവും നീളം കൂടിയ പർവ്വതനിരയാണ് പീർപഞ്ചൽ. ഹിമാചൽ നിരകളിലെ ഏറ്റവും നീളം കൂടിയ പർവ്വതനിരയാണ് പീർപഞ്ചൽ. ഹിമാചൽ മലനിരകളുടെ ശരാശരി ഉയരം വരുന്നത് 3000 മീറ്റർ ആണ്. ഹിമാചൽ മലനിരകളുടെ ശരാശരി ഉയരം എത്ര മീറ്റർ ആണ്? 3000 മീറ്റർ ആണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടി ഏതാ? ഗോഡ്വിൻ ഓസ്റ്റിൻ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടിയാണ് ഗോഡ്വിൻ ഓസ്റ്റിൻ. തർക്കപ്രദേശങ്ങളും കൂടി പരിഗണിച്ചാൽ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ഗോഡ്വിൻ ഓസ്റ്റിൻ. തർക്കപ്രദേശങ്ങളും കൂടി പരിഗണിച്ചാൽ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ഗോഡ്വിൻ ഓസ്റ്റിൻ. 8611 മീറ്റർ ആണ് ഉയരം. തർക്കരഹിത ഇന്ത്യൻ പ്രദേശത്തെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് കാഞ്ചൻജംഗ. തർക്കരഹിത ഇന്ത്യൻ പ്രദേശത്തെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് കാഞ്ചൻജംഗ. അതിന്റെ ഉയരം 8586 മീറ്റർ ആണ്. ഹിമാചലിലെ ഏറ്റവും വലിയ പർവ്വതനിരയാണ് പീർപഞ്ചൽ. ഹിമാചലിലെ ഏറ്റവും വലിയ പർവ്വതനിരയാണ് പീർപഞ്ചൽ. നേപ്പാളിൽ സഗർമാത എന്നറിയപ്പെടുന്ന കൊടുമുടിയാണ് എവറസ്റ്റ്. നേപ്പാളിൽ സഗർമാത എന്നറിയപ്പെടുന്ന കൊടുമുടിയാണ് എവറസ്റ്റ്. ഗ്രേറ്റ് ഹിമാലയൻ നിരയിൽ താമസിക്കുന്ന പ്രധാന ഗോത്രവർഗമാണ് ബോട്ടിയ. ഗ്രേറ്റ് ഹിമാലയൻ നിരയിൽ താമസിക്കുന്ന പ്രധാന ഗോത്രവർഗമാണ് ബോട്ടിയ. അടുത്തത് നമുക്ക് പശ്ചിമഘട്ടത്തെ കുറിച്ച് പഠിക്കാം. പശ്ചിമഘട്ടത്തിന്റെ ശരാശരി ഉയരം വരുന്നത് 1200 മീറ്റർ ആണ്. പശ്ചിമഘട്ടത്തിന്റെ ശരാശരി ഉയരം 1200 മീറ്റർ ആണ്. എങ്കിൽ പശ്ചിമഘട്ടത്തിന്റെ നീളം എത്ര കിലോമീറ്റർ ആണ്? 1600 കിലോമീറ്റർ ആണ്. പശ്ചിമഘട്ടത്തിന്റെ നീളം എത്ര കിലോമീറ്റർ ആണ്? 1600. പശ്ചിമഘട്ടം കടന്നു പോകുന്ന സംസ്ഥാനങ്ങളാണ് ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടകം, കേരള, തമിഴ്നാട്. പശ്ചിമഘട്ടം കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ 6 എണ്ണമാണ്. 1 ഗുജറാത്ത്, 2 മഹാരാഷ്ട്ര, 3 ഗോവ, 4 കർണാടകം, 5 കേരളം, 6 തമിഴ്നാട്. 5 സംസ്ഥാനങ്ങളിലാണ് പൂർവ്വഘട്ടം വ്യാപിച്ചു കിടക്കുന്നത്. എത്ര സംസ്ഥാനങ്ങളിലാണ് പൂർവ്വഘട്ടം വ്യാപിച്ചു കിടക്കുന്നത്? 5 സംസ്ഥാനങ്ങളിൽ. ആ സംസ്ഥാനങ്ങളാണ് ഒഡീഷ, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, കർണാടക, തമിഴ്നാട്. ഒഡീഷ, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, കർണാടക, തമിഴ്നാട് എന്ന സംസ്ഥാനങ്ങളിലാണ് പൂർവ്വഘട്ടം വ്യാപിച്ചു കിടക്കുന്നത്. നീലഗിരി പശ്ചിമഘട്ടത്തിന്റെ ഒരു ഭാഗമാണ്. നീലഗിരി ഏതിന്റെ ഭാഗമാണ്? പശ്ചിമഘട്ടത്തിന്റെ. നീലഗിരിയുടെ റാണി എന്നറിയപ്പെടുന്നത് ഏതാ? ഉദകമണ്ഡലമാണ്. നീലഗിരിയുടെ റാണി എന്നറിയപ്പെടുന്നത് ഉദകമണ്ഡലമാണ്. ഊട്ടിയുള്ളത് നീലഗിരി മലനിരകളിലാണ്. ഊട്ടി ഏത് മലനിരകളിലാണ്? നീലഗിരി. വടക്ക് താപ്തി നദി മുതൽ തെക്ക് കന്യാകുമാരി വരെ നീളുന്ന മലനിരയാണ് പശ്ചിമഘട്ടം. വടക്ക് താപ്തി നദി മുതൽ തെക്ക് കന്യാകുമാരി വരെ നീളുന്ന മലനിരയാണ് പശ്ചിമഘട്ടം. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി. ഉയരം 2695 മീറ്റർ ആണ്. പശ്ചിമഘട്ടത്തിന്റെ രാജ്ഞി എന്നറിയപ്പെടുന്ന പുഷ്പമാണ് നീലക്കുറിഞ്ഞി. പശ്ചിമഘട്ടത്തിന്റെ രാജ്ഞി എന്നറിയപ്പെടുന്ന പുഷ്പമാണ് നീലക്കുറിഞ്ഞി. എല്ലാവർക്കും അറിയാലേ നീലക്കുറിഞ്ഞിയെ കുറിച്ച്. പശ്ചിമഘട്ടത്തിന്റെ വടക്കൻ ഭാഗം എന്നറിയപ്പെടുന്നത് സഹ്യാദ്രി പർവ്വതനിരയാണ്. പശ്ചിമഘട്ടത്തിന്റെ വടക്കൻ ഭാഗം അറിയപ്പെടുന്നത് സഹ്യാദ്രി പർവ്വതനിര എന്നാണ്. സുഖവാസ കേന്ദ്രങ്ങളുടെ രാജകുമാരി എന്നറിയപ്പെടുന്നത് കൊടൈക്കനാലാണ്. സുഖവാസ കേന്ദ്രങ്ങളുടെ രാജകുമാരി എന്നറിയപ്പെടുന്നത് തമിഴ്നാട്ടിലെ കൊടൈക്കനാലാണ്. തെക്കേ ഇന്ത്യയിലെ മലകളുടെ റാണി എന്നറിയപ്പെടുന്ന സുഖവാസ കേന്ദ്രമാണ് ഉദകമണ്ഡലം. തെക്കേ ഇന്ത്യയിലെ മലകളുടെ റാണി എന്നറിയപ്പെടുന്ന സുഖവാസ കേന്ദ്രമാണ് ഉദകമണ്ഡലം. ഊട്ടിയിലാണ് അതുള്ളത്. ഡോഡബെട്ട കൊടുമുടി ഊട്ടിയിലാണ്. ഡോഡബെട്ട കൊടുമുടി എവിടെയാണ്? ഊട്ടിയിലാണ്. അടുത്തത് നമുക്ക് മറ്റു പർവ്വതനിരകളെ കുറിച്ച് നോക്കാം. ഇന്ത്യയുടെ മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പർവ്വതമാണ് വിന്ധ്യ. ഇന്ത്യയുടെ മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പർവ്വതമാണ് വിന്ധ്യ. ഏത് മലമുകളിലാണ് കൊടൈക്കനാൽ ഉള്ളത്? പഴനിമല. പഴനിമലയിലാണ് കൊടൈക്കനാൽ ഉള്ളത്. ഏത് മലയുടെ താഴ്വരത്തിലാണ് അജ്മീർ നഗരമുള്ളത്? ആരവല്ലി. ആരവല്ലി മലയുടെ താഴ്വരത്തിലാണ് അജ്മീർ നഗരമുള്ളത്.
ഗാരോ, ജയന്തിയ, ഖാസി കുന്നുകൾ എന്നിവ മേഘാലയയിലാണ് ഉള്ളത്. ഗാരോ, ജയന്തിയ, ഖാസി കുന്നുകൾ ഏത് സംസ്ഥാനത്താണുള്ളത്? മേഘാലയ. സത്പുരയുടെ റാണി എന്നറിയപ്പെടുന്നത് പച്മടിയാണ്. സത്പുരയുടെ റാണി എന്നറിയപ്പെടുന്നത് പച്മടിയാണ്. നർമ്മദയ്ക്കും താപ്തിക്കും ഇടയിലുള്ള പർവ്വതനിരയാണ് സത്പുര. നർമ്മദയ്ക്കും താപ്തിക്കും ഇടയിലുള്ള പർവ്വതനിരയാണ് സത്പുര. പ്രാചീന കാലത്ത് അർബുദാഞ്ചൽ എന്നറിയപ്പെട്ട പർവ്വതമാണ് മൗണ്ട് അബു. പ്രാചീന കാലത്ത് അർബുദാഞ്ചൽ എന്നറിയപ്പെട്ട പർവ്വതമാണ് മൗണ്ട് അബു. ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹം ഏത് പർവ്വതനിരയുടെ തുടർച്ചയാണ്? അരക്കൻ വ്യോമ. ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹം ഏത് പർവ്വതനിരയുടെ തുടർച്ചയാണ്? അരക്കൻ വ്യോമ. ഇന്ത്യയിലെ മലകളുടെ റാണി എന്നറിയപ്പെടുന്നത് മസൂറിയാണ്. ഇന്ത്യയിലെ മലകളുടെ റാണി എന്നറിയപ്പെടുന്നത് മസൂറിയാണ്. ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതമാണ് ബാരൻ. ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതമാണ് ബാരൻ. ചിറാപുഞ്ചി സ്ഥിതി ചെയ്യുന്നത് ഖാസി മലനിരകളിലാണ്. ചിറാപുഞ്ചി സ്ഥിതി ചെയ്യുന്നത് ഖാസി എന്ന മലനിരകളിലാണ്. ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗമാണ് പരശ്നാഥ്. ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗമാണ് പരശ്നാഥ്. പൂർവാഞ്ചൽ നിരകളിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് മൗണ്ട് ദഫ. പൂർവാഞ്ചൽ നിരകളിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് മൗണ്ട് ദഫ. അരുണാചൽ പ്രദേശിലാണ് ഉള്ളത്. പൂർണ്ണമായും ഇന്ത്യക്കുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് നന്ദാദേവി. പൂർണ്ണമായും ഇന്ത്യക്കുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് നന്ദാദേവി. ഭൂമുഖത്ത് ഇന്നുള്ളതിൽ ഏറ്റവും പ്രാചീനമായ പർവ്വതനിരയാണ് ആരവല്ലി. ഭൂമുഖത്ത് ഇന്നുള്ളതിൽ ഏറ്റവും പ്രാചീനമായ പർവ്വതനിരയാണ് ആരവല്ലി. ഛോട്ടാ നാഗ്പൂരിന്റെ റാണി എന്നറിയപ്പെടുന്ന സുഖവാസ കേന്ദ്രം ഏതാ? നേതാർഹട്ടാണ്. ഛോട്ടാ നാഗ്പൂരിന്റെ റാണി എന്നറിയപ്പെടുന്ന സുഖവാസ കേന്ദ്രമാണ് നേതാർഹട്ട്. ദയാമേർ എന്ന് പ്രാദേശിക പേരിൽ അറിയപ്പെടുന്ന പർവ്വതമാണ് നങ്ക പർവ്വതം. ദയാമേർ എന്ന് പ്രാദേശിക പേരിൽ അറിയപ്പെടുന്ന പർവ്വതമാണ് നങ്ക പർവ്വതം. വിന്ധ്യ പർവ്വതം കടന്നു പോകുന്ന സംസ്ഥാനങ്ങളാണ് ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്. വിന്ധ്യ പർവ്വതം കടന്നു പോകുന്നത് ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലൂടെയാണ്. മഴ ലഭ്യതയ്ക്ക് പ്രസിദ്ധമായ മൗസിൻഡ്രം എന്ന മലനിരകളിലാണ് ഖാസി ഉള്ളത്. മഴ ലഭ്യതയ്ക്ക് പ്രസിദ്ധമായ മൗസിൻഡ്രം എന്ന മലനിരകളിലാണ് ഖാസി ഉള്ളത്. ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് സാഡിൽ പീക്ക്. അത് ഏത് ദ്വീപിലാണ് സ്ഥിതി ചെയ്യുന്നത്? നോർത്ത് ആൻഡമാനിലാണ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ സാഡിൽ പീക്ക് ഏത് ദ്വീപിലാണ് സ്ഥിതി ചെയ്യുന്നത്? നോർത്ത് ആൻഡമാൻ. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് പ്രകൃതിയിൽ നിർമ്മിതമായ അതിർത്തിയാണ് ഹിന്ദുക്കുഷ് പർവ്വതനിര. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് പ്രകൃതിയാൽ നിർമ്മിതമായ അതിർത്തിയാണ് ഹിന്ദുക്കുഷ് പർവ്വതനിര. ധൗളധാർ ഉള്ളത് ഹിമാചൽ പ്രദേശിലാണ്. ഏത് സംസ്ഥാനത്താണ് ധൗളധാർ? ഹിമാചൽ പ്രദേശ്. വിന്ധ്യ സത്പുര മലനിരകൾ സംഗമിക്കുന്ന സ്ഥാനമാണ് അമർകന്തക്. വിന്ധ്യ സത്പുര മലനിരകൾ സംഗമിക്കുന്ന സ്ഥാനമാണ് അമർകന്തക്. K2 കൊടുമുടി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയുടെ പേരാണ് കാരക്കോറം. K2 കൊടുമുടി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയുടെ പേരാണ് കാരക്കോറം. നാഗാ മലനിരകളിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് സാരാമതി. നാഗാ മലനിരകളിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് സാരാമതി. കാരക്കോറത്തിന്റെ ഏതു ഭാഗത്തായിട്ടാണ് പീർപഞ്ചൽ സ്ഥിതി ചെയ്യുന്നത്? തെക്കു ഭാഗത്തായിട്ട്. കാരക്കോറത്തിന്റെ തെക്കു ഭാഗത്താണ് പീർപഞ്ചൽ സ്ഥിതി ചെയ്യുന്നത്. കാരക്കോറം നിരകൾക്ക് വടക്കായി അഫ്ഗാനിസ്ഥാനിലേക്ക് നീണ്ടുകിടക്കുന്ന പർവ്വതനിരയാണ് ഹിന്ദുക്കുഷ്. കാരക്കോറം നിരകൾക്ക് വടക്കായി അഫ്ഗാനിസ്ഥാനിലേക്ക് നീണ്ടുകിടക്കുന്ന പർവ്വതനിരയാണ് ഹിന്ദുക്കുഷ്. കാരക്കോറം മലനിരകളിലാണ് സിയാച്ചിൻ മഞ്ഞുമല. കിഴക്കൻ കാരക്കോറം മലനിരകളിലാണ് സിയാച്ചിൻ മഞ്ഞുമലയുള്ളത്. കൃഷ്ണഗിരി എന്ന് സംസ്കൃത കൃതികളിൽ പരാമർശിക്കുന്ന പർവ്വതനിരയാണ് കാരക്കോറം. കൃഷ്ണഗിരി എന്ന് സംസ്കൃത കൃതികളിൽ പരാമർശിക്കുന്ന പർവ്വതനിരയാണ് കാരക്കോറം. ഗുരുശിഖർ ആരവല്ലി മലനിരകളുടെ ഭാഗമാണ്. ഗുരുശിഖർ ഏത് മലനിരയുടെ ഭാഗമാണ്? ആരവല്ലി മലനിരയുടെ. കൊച്ചിയിൽ നിന്ന് ലക്ഷദ്വീപിലെത്താൻ ഏകദേശം 300 കിലോമീറ്റർ അറബിക്കടലിലൂടെ സഞ്ചരിക്കണം. കൊച്ചിയിൽ നിന്ന് ലക്ഷദ്വീപിലെത്തണമെങ്കിൽ ഏകദേശം 300 കിലോമീറ്റർ ആണ് അറബിക്കടലിലൂടെ സഞ്ചരിക്കേണ്ടത്. താർ മരുഭൂമിയുടെ രൂപവത്കരണത്തിൽ പ്രധാന പങ്ക് വഹിച്ച മലനിരകളാണ് ആരവല്ലി.
താർ മരുഭൂമിയുടെ രൂപവത്കരണത്തിൽ പ്രധാന പങ്കുവഹിച്ച മലനിരകളാണ് ആരവല്ലി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മൗസിൻഡ്രം മേഘാലയയിലാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മൗസിൻഡ്രം ഏത് സംസ്ഥാനത്താണ്? മേഘാലയ. റുഡ്യാർഡ് കിപ്ലിങ്ങിന്റെ കിം എന്ന നോവലിൽ പരാമർശിച്ചിരിക്കുന്ന പർവ്വതനിരയാണ് കാരക്കോറം. റുഡ്യാർഡ് കിപ്ലിങ്ങിന്റെ കിം എന്ന നോവലിൽ പരാമർശിച്ചിരിക്കുന്ന പർവ്വതനിരയാണ് കാരക്കോറം. അടുത്ത നമുക്ക് ഇന്ത്യയിലെ തടാകങ്ങളെ കുറിച്ച് നോക്കാം. ഇന്ത്യയിലുള്ള തടാകങ്ങളെ കുറിച്ച്. ഏത് തടാകത്തിലാണ് ജിംബ്രാൾട്ടർ പാറയുള്ളത്? ഹുസൈൻ സാഗർ. ഏത് തടാകത്തിലാണ് ജിംബ്രാൾട്ടർ പാറ? ഹുസൈൻ സാഗർ. ഏതിന്റെ വളർത്തലിനാണ് ചിൽക്ക തടാകം പ്രസിദ്ധമായിട്ടുള്ളത്? ചെമ്മീൻ. ചെമ്മീൻ വളർത്തലിനാണ് ചിൽക്ക തടാകം പ്രസിദ്ധം. പരീക്കുട്ട് ദ്വീപ് ഏത് തടാകത്തിലാണുള്ളത്? ചിൽക്ക. പരീക്കുട്ട് ദ്വീപ് ഏത് തടാകത്തിലാണ്? ചിൽക്കയിലാണ്. പാൻഗോങ് തടാകം എവിടെയാണ്? ലഡാക്ക്. ലഡാക്കിലാണ് പാൻഗോങ് തടാകം ഉള്ളത്. ദാൽ തടാകത്തിനരികിലാണ് ഹസ്രത്ത് ബാൽ പള്ളി. ദാൽ തടാകത്തിനരികിലാണ് ഹസ്രത്ത് ബാൽ പള്ളി. ഇന്ത്യയിലെ ഏറ്റവും ലവണത്വം കൂടിയ തടാകമാണ് സാമ്പാർ. ഇന്ത്യയിലെ ഏറ്റവും ലവണത്വം കൂടിയ തടാകമാണ് സാമ്പാർ. രാജസ്ഥാനിലാണ് ഉള്ളത്. ഡിഡ്വാന ലവണ തടാകം സ്ഥിതി ചെയ്യുന്ന മരുഭൂമിയാണ് താർ. ഡിഡ്വാന ലവണ തടാകം സ്ഥിതി ചെയ്യുന്ന മരുഭൂമിയാണ് താർ. ഇന്ത്യയിലെ ആദ്യത്തെ പൊങ്ങിക്കിടക്കുന്ന ലബോറട്ടറി സ്ഥാപിച്ചത് ലോക്തക് എന്ന തടാകത്തിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ പൊങ്ങിക്കിടക്കുന്ന ലബോറട്ടറി സ്ഥാപിച്ചത് ലോക്തക് എന്ന തടാകത്തിലാണ്. അതുള്ളത് മണിപ്പൂരിലാണ്. ഇന്ത്യയിലെ അസ്ഥികൂട തടാകം എന്നറിയപ്പെടുന്നത് രൂപ്കുണ്ടാണ്. ഇന്ത്യയിലെ അസ്ഥികൂട തടാകം എന്നറിയപ്പെടുന്നത് രൂപ്കുണ്ടാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല ഓക്സ്ബോ തടാകമാണ് കൻവാർ. ബീഹാറിലുള്ള കൻവാർ. ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകമാണ് ചിൽക്ക. ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകമാണ് ചിൽക്ക. ഹണിമൂൺ ദ്വീപും ബ്രേക്ക്ഫാസ്റ്റ് ദ്വീപും ഏത് തടാകത്തിലാണ് ഉള്ളത്? ചിൽക്കയിലാണ്. ഹണിമൂൺ ദ്വീപും ബ്രേക്ക്ഫാസ്റ്റ് ദ്വീപും ഏത് തടാകത്തിലാണ് ഉള്ളത്? ചിൽക്ക. ഇന്ത്യയിലെ ആദ്യത്തെ ഒഴുകുന്ന പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായ തടാകമാണ് ദാൽ. ഇന്ത്യയിലെ ആദ്യത്തെ ഒഴുകുന്ന പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായ തടാകമാണ് ദാൽ. ഡെസ്റ്റിനേഷൻ ഫ്ലൈവേസിൽ ഉൾപ്പെടുന്ന ഇന്ത്യയിലെ ഒരേയൊരു തടാകമാണ് ചിൽക്ക തടാകം. ഡെസ്റ്റിനേഷൻ ഫ്ലൈവേസിൽ ഉൾപ്പെടുന്ന ഇന്ത്യയിലെ ഒരേയൊരു തടാകമാണ് ചിൽക്ക തടാകം. ലേക്ക് പാലസ് എവിടെയാണുള്ളത്? ഉദയ്പൂരിലാണ്. ലേക്ക് പാലസ് എവിടെയാണ്? ഉദയ്പൂർ. എങ്കിൽ സുഖ്ന തടാകം എവിടെയാണുള്ളത്? ചണ്ഡീഗഡ്. സുഖ്ന തടാകം എവിടെയാണുള്ളത്? ചണ്ഡീഗഡ്. കശ്മീരിന്റെ കിരീടത്തിലെ രത്നം എന്നറിയപ്പെടുന്ന തടാകമാണ് ദാൽ. കശ്മീരിന്റെ കിരീടത്തിലെ രത്നം എന്നറിയപ്പെടുന്ന തടാകമാണ് ദാൽ. മൗണ്ട് അബുവിൽ സ്ഥിതി ചെയ്യുന്ന തടാകമാണ് നക്കി തടാകം. മൗണ്ട് അബുവിൽ സ്ഥിതി ചെയ്യുന്ന തടാകമാണ് നക്കി തടാകം. ജൽമഹൽ സ്ഥിതി ചെയ്യുന്ന മാൻസാഗർ തടാകം ജയ്പൂരിലാണുള്ളത്. ജൽമൽ സ്ഥിതി ചെയ്യുന്ന മാൻസാഗർ തടാകം എവിടെയാണെന്ന് ചോദിച്ചാൽ ജയ്പൂർ. വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകമായ ലോക്തക് തടാകം മണിപ്പൂർ സംസ്ഥാനത്താണുള്ളത്. വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകമായ ലോക്തക് തടാകം മണിപ്പൂർ എന്ന സംസ്ഥാനത്തിലാണുള്ളത്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ തടാകമാണ് കൊല്ലേരു. ആന്ധ്രാപ്രദേശിലെ കൊല്ലേരു. ഇന്ത്യയിൽ ഏറ്റവും ഉയരത്തിലുള്ള തടാകമാണ് ചോലാമു. ഇന്ത്യയിൽ ഏറ്റവും ഉയരത്തിലുള്ള തടാകമാണ് സിക്കിമിലെ ചൊലാമു. പുലിക്കട്ട് തടാകത്തിലെ ബംഗാൾ ഉൾക്കടലിൽ നിന്ന് വേർതിരിക്കുന്ന ദ്വീപാണ് ശ്രീഹരിക്കോട്ട. പുലിക്കട്ട് തടാകത്തെ ബംഗാൾ ഉൾക്കടലിൽ നിന്ന് വേർതിരിക്കുന്ന ദ്വീപാണ് ശ്രീഹരിക്കോട്ട. ഹൈദരാബാദിനെയും സെക്കന്ദരാബാദിനെയും വേർതിരിക്കുന്ന തടാകമാണ് ഹുസൈൻ സാഗർ. ഇന്ത്യയിൽ തീരപ്രദേശത്തുള്ള ഏറ്റവും വലിയ തടാകമാണ് ചിൽക്ക. ടെക്ടോണിക് ചലനങ്ങളുടെ ഫലമായി രൂപം കൊണ്ട ഇന്ത്യൻ തടാകമാണ് വൂളാർ. ടെക്ടോണിക് ചലനങ്ങളുടെ ഫലമായി രൂപം കൊണ്ട ഇന്ത്യൻ തടാകമാണ് വൂളാർ. ഇന്ത്യയിലെ ആദ്യത്തെ പൊങ്ങിക്കിടക്കുന്ന പ്രൈമറി സ്കൂൾ സ്ഥാപിച്ചത് ഏത് സംസ്ഥാനത്തിലാണ്? മണിപ്പൂരിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ പൊങ്ങിക്കിടക്കുന്ന പ്രൈമറി സ്കൂൾ സ്ഥാപിച്ചത് മണിപ്പൂർ എന്ന സംസ്ഥാനത്താണ്. ചാൻദുബി തടാകം ഏത് സംസ്ഥാനത്താണുള്ളത്? ആസാം. ചാൻദുബി തടാകം ഏത് സംസ്ഥാനത്താണ്? ആസാം. ഉൽക്കാപതനത്തിന്റെ ഫലമായി രൂപം കൊണ്ട ഇന്ത്യൻ തടാകം ലോണാർ ആണ്. മഹാരാഷ്ട്രയിലെ ലോണാർ.
ഗാദ്ഗൽ തടാകം ഏത് സംസ്ഥാനത്തിലാണ്? ഹരിയാന. ഗാദ്ഗൽ തടാകം ഏത് സംസ്ഥാനത്തിലാണ്? ഹരിയാന. പുഷ്കർ തടാകം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് രാജസ്ഥാൻ. രാജസ്ഥാനിലാണ് പുഷ്കർ തടാകം സ്ഥിതി ചെയ്യുന്നത്. വൂളാർ തടാകത്തിന്റെ പഴയ പേരാണ് മഹാപത്മ സരസ്. വൂളാർ തടാകത്തിന്റെ പഴയ പേരാണ് മഹാപത്മ സരസ്. ലോക്തക് തടാകത്തിലെ സംരക്ഷിത മൃഗമാണ് സാംഗായ് മാൻ. ലോക്തക് തടാകത്തിലെ സംരക്ഷിത മൃഗമാണ് സാംഗായ് മാൻ. സൂർ സരോവർ തടാകം ഉത്തർപ്രദേശിലാണുള്ളത്. സൂർ സരോവർ തടാകം ഏത് സംസ്ഥാനത്താണ്? ഉത്തർപ്രദേശ്. ഏത് തടാകത്തിലാണ് കരാങ് ഉള്ളത്? മണിപ്പൂർ ജില്ലയിലെ ലോക്തക്. മണിപ്പൂർ ജില്ലയിലെ ലോക്തക് എന്ന തടാകത്തിലാണ് കരാങ് ഉള്ളത്. തടാകങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്നത് ഉദയ്പൂർ. രാജസ്ഥാനിലെ ഉദയ്പൂരാണ്. തടാകങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്നത് രാജസ്ഥാനിലെ ഉദയ്പൂർ ആണ്. സുവർണ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള തടാകത്തിന്റെ പേരാണ് സരോവർ. സുവർണ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള തടാകത്തിന്റെ പേരാണ് സരോവർ. പമ്പ സരോവർ തടാകം ഏത് സംസ്ഥാനത്താണുള്ളത്? കർണാടക. കർണാടകയിലാണ് പമ്പ സരോവർ തടാകം ഉള്ളത്. ലിറ്റിൽ ലോണർ എന്നറിയപ്പെടുന്ന തടാകമാണ് ആംബർ. ലിറ്റിൽ ലോണർ എന്നറിയപ്പെടുന്ന തടാകമാണ് ആംബർ. മഹാരാഷ്ട്ര ജില്ലയിലെ ആംബർ. കൃഷ്ണ, ഗോദാവരി എന്നീ നദികളുടെ ഡെൽറ്റകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന തടാകമാണ് കൊല്ലേരു. കൃഷ്ണ, ഗോദാവരി എന്നീ നദികളുടെ ഡെൽറ്റകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന തടാകമാണ് കൊല്ലേരു. ഉമിയാം തടാകം മേഘാലയയിലാണുള്ളത്. ഉമിയാം തടാകം ഏത് സംസ്ഥാനത്തിലാണ്? മേഘാലയ. രുദ്രദാമൻ കേടുപാടുകൾ തീർത്ത സുദർശന തടാകം ഏത് സംസ്ഥാനത്താണ്? ഗുജറാത്ത്. രുദ്രദാമൻ കേടുപാടുകൾ തീർത്ത സുദർശന തടാകം ഗുജറാത്ത് ജില്ലയിലാണുള്ളത്. ഗോവിന്ദ് സാഗർ എന്ന മനുഷ്യനിർമ്മിത തടാകം ഹിമാചൽ പ്രദേശത്തിലാണുള്ളത്. ഗോവിന്ദ് സാഗർ എന്ന മനുഷ്യനിർമ്മിത തടാകം ഏത് സംസ്ഥാനത്താണെന്ന് ചോദിച്ചാൽ ഹിമാചൽ പ്രദേശ്. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ഭാഗമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.